ഫെബ്രുവരി 16 വെള്ളിയാഴ്ച. മത്തായി 9, 14, 15 വാക്യങ്ങൾ. പുരാതന ഗ്രീക്കുകാരാണ്, പ്രത്യേകിച്ച് ഹിപ്പോക്രാറ്റസിൻ്റെയും പൈത്തഗോറസിൻ്റെയും കാലത്താണ് ഉപവാസം ആരംഭിച്ചത്. പിന്നീട് മുഹമ്മദ്, ബുദ്ധൻ, യേശുക്രിസ്തു എന്നിവരെല്ലാം ഉപവാസം അനുഷ്ഠിച്ചു. മതത്തിലൂടെയും മറ്റും വ്രതാനുഷ്ഠാനം വ്യാപിക്കുന്നതിന് കാരണമായി. പുരാതന ഗ്രീക്കുകാർ അവരുടെ ഉപവാസ സമയത്ത് വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്, ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഇതിനെയാണ് ജല ഉപവാസം എന്ന് അറിയപ്പെടുന്നത്. ഗ്രീക്കുകാർ ഉപവസിക്കുന്നതിനുള്ള കാരണം ശാരീരികവും ആത്മീയവുമായ നേട്ടങ്ങൾക്കായിരുന്നു. ആത്മീയമായി ഉപവസിക്കുമ്പോൾ പുരാതന ഗ്രീക്കുകാർക്ക് അവരുടെ ഭക്ഷണ ആസക്തികൾക്കും മുകളിൽ ഉയരാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു. ഒരാളുടെ ശാരീരിക വിശപ്പിനെ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകത അപ്രത്യക്ഷമാകും. പുരാതന ഗ്രീക്കുകാർക്ക് പകരം അവരുടെ ആത്മാവിനെയും മനസ്സിനെയും പോഷിപ്പിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിച്ചു. ശാരീരികമായ പ്രയോജനങ്ങൾ ആന്തരിക വിഷാംശം നമ്മിൽ ഇല്ലാതാക്കാൻ സാധിച്ചിരുന്നു. ഇന്നും നോമ്പിൻ്റെ ആനുകൂല്യമായി ജനങ്ങൾ തിരിച്ചറിയുന്നതാണ്. ഗ്രീക്കുകാർ അവരുടെ നാളിലെ പല രോഗങ്ങൾക്കും കാരണമായി പറയുന്നത് ശരീരത്തിനുള്ളിൽ തന്നെ രൂപപ്പെട്ട വിഷം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് എന്നാണ്. അതിനാൽ ഉപവാസത്തിലൂടെ ശരീരത്തിന് സ്വയം വിഷാംശം ഇല്ലാതാക്കാനും ദഹന വ്യവസ്ഥയെ താൽക്കാലികമായി നിർത്താനും കഴിയും. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന് യോഹന്നാൻ്റെ ശിഷ്യന്മാർ പരാതിപ്പെടുന്നത് കാണാം. യോഹന്നാൻ്റെ ശിഷ്യന്മാരെ പോലെയും ഫരീസയരെ പോലെയും യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. അവരുടെ ചോദ്യത്തിന് യേശു നേരിട്ട് ഉത്തരം നൽകുന്നില്ല. പകരം ഒരു കല്യാണ അവസരത്തിൻ്റെ രൂപകമാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. മണവാളൻ അവരുടെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ വിവാഹത്തിലെ അതിഥികൾ വിലപിക്കുന്നില്ല. മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന സമയമാണ് നോമ്പിൻ്റെ സമയം. അപ്പോൾ അവർ ഉപവസിക്കും. നമ്മൾ നോമ്പുകാലത്ത് ഉപവസിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. 1, ഉപവാസം നമ്മെ ആത്മീയമായി ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ നാം ദൈവത്തോട് അടുക്കുന്നു. അവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനാകും. പഴയ നിയമത്തിൽ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ് മോശയ്ക്ക് ദൈവത്തിൽ നിന്ന് 10 കൽപ്പനകൾ ലഭിക്കുന്നത്. 2, ജീവിതത്തിൽ വിജയം വരിക്കാൻ ഉപവാസം നമ്മെ സഹായിക്കുന്നു. ഇസ്രായേല്യർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഉപവസിക്കുകയും അവർ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. യേശു 40 ദിവസം ഉപവസിച്ചപ്പോൾ പ്രലോഭനങ്ങളിൽ വിജയിക്കുകയും ചെയ്തു. 3, കർത്താവിൽ നിന്നുള്ള മാർഗനിർദ്ദേശം ലഭിക്കാൻ ഉപവാസം നമുക്ക് അവസരം നൽകുന്നു. തീരുമാനമെടുക്കുന്ന സമയങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ്. ഉപവാസത്തിന് ശേഷം ദാനിയേലിന് ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു. 4, ഉപവാസം നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. ശരീരം
ശാരീരികമായി ദുർബലമായേക്കാം, എന്നാൽ നാം ആത്മീയമായി ശക്തരാകും. 5. ഉപവാസം വിനയത്തിൻ്റെ ഒരു വ്യായാമമാണ്. ദൈവത്തിൽ നമ്മുടെ ശക്തി കണ്ടെത്തുന്നതിനായി നാം നമ്മുടെ ആഗ്രഹങ്ങളെ സ്വയം നിഷേധിക്കുന്നു. 6. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ നമുക്ക് ഒരിക്കലും ദൈവത്തെ സ്വാധീനിക്കാൻ കഴിയില്ലെങ്കിലും അവൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കാൻ ഉപവാസത്തിന് നമ്മെ ഒരുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മറ്റെന്തിനേക്കാളും ഉപവാസം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അതിൻ്റെ കൂടെ പ്രാർത്ഥനയും വേദപാരായണവും കൂടി ചേർന്നാൽ അത് നമ്മെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപകരണമായി തീരും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.